നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ബന്ധുക്കളർത്ത ഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവന്നുലകിൽ നിന്തത്വമോർക്കിലുമതന്തന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കിടുള്ള ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 52-ാം പദ്യം. ഫലമില്ലാതെ ഈ ജഡശരീരത്തെ നിലനിർത്തി ഞാൻ എൻ്റേത് എന്ന അഭിമാനങ്ങൾക്ക് വഴി തെളിക്കരുതെന്നാണല്ലോ ആവശ്യപ്പെട്ടത്. അങ്ങനെ വഴി തെളിച്ചാൽ എന്താകും കഥ? ഈ സംശയത്തിന് മറുപടിയാണ് അടുത്ത പദ്യം. ബന്ധുക്കളർത്ഥ ഗൃഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവന്നുലകിൽ നിൻ തത്വമൊക്കയിത് അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരുമെന്നാക്കുല മമ ച നാരായണായ നമഃ. ബന്ധുക്കളർത്ഥ ഗൃഹപുത്രാദിജാലമതിൽ ബന്ധുക്കൾ, പണം, വീട്, പുത്രൻ, ഭാര്യ, ഭർത്താവ് എന്ന് തുടങ്ങിയ ലോകവിഷയങ്ങളിൽ ബന്ധിച്ച് വന്നുലകിൽ ഞാൻ എൻ്റേത് എന്നിങ്ങനെ മമതാബദ്ധനായി തീരുന്നവന് ഉലകിൽ ഈ ലോകത്ത് തത്വമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ സാന്നിധ്യം അന്ധന് കാട്ടിയൊരു കണ്ണാടി പോലെ വരും. കുരുടന് കാണിക്കുന്ന കണ്ണാടിയിലെ പ്രതിബിംബം അവനെ കണ്ടറിയാൻ കഴിയാതിരിക്കുന്ന പോലെ ഒരിക്കലും അനുഭവിക്കാൻ കഴിയുകയില്ല. മമ ച എന്നാക്കൊല്ല, എനിക്കും അതുപോലൊരവസ്ഥ വരാനിടയാകരുത്. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. ബന്ധുക്കൾ, പണം, വീട്, പുത്രൻ, ഭാര്യ, ഭർത്താവ് എന്ന് തുടങ്ങിയ ലോകവിഷയങ്ങളിൽ ഞാൻ എൻ്റേത് എന്നിങ്ങനെ മമതാബദ്ധനായി തീരുന്നവന് ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് സാന്നിധ്യം കുരുടനു കാണിക്കുന്ന കണ്ണാടിയിലെ പ്രതിബിംബം അവന് കണ്ടറിയാൻ കഴിയാതിരിക്കുന്നത് പോലെ ഒരിക്കലും അനുഭവിക്കാൻ കഴിയുകയില്ല. എനിക്ക് അതുപോലൊരവസ്ഥ വരാൻ ഇടയാകരുത്. നാരായണന് നമസ്കാരം. നിസ്സംഗത്വം സത്യദർശനോപായം. ഈ ലോകത്ത് വരുമ്പോൾ ശരീരം മാത്രമേ നാം കൊണ്ടുവരുന്നുള്ളൂ. അതുതന്നെയും ബോധസ്വരൂപനായ ആത്മാവിന് ഭഗവാൻ നൽകുന്ന ഉപകരണമാണ്. ഇവിടുന്ന് പോകുമ്പോൾ ആ ഉപകരണം പോലും ഉപേക്ഷിച്ചു പോകേണ്ടതായും വരുന്നു. സ്വദേഹത്തിൻ്റെ കഥ തന്നെ ഇതാണെങ്കിൽ ഇടയ്ക്ക് വന്നു ചേരുന്ന ബന്ധുക്കളും ധനവും മറ്റും ആർക്കും സ്വന്തമാക്കാൻ പറ്റുന്നതല്ലെന്ന് തീർച്ചയാണല്ലോ. സ്വദേഹത്തിൻ്റെ കഥ തന്നെ ഇതാണെങ്കിൽ ഇടയ്ക്ക് വന്നു ചേരുന്ന ബന്ധുക്കളും ധനവും മറ്റും ആർക്കും സ്വന്തമാക്കാൻ പറ്റുന്നതല്ലെന്ന് തീർച്ചയാണല്ലോ. ബന്ധുക്കൾ, പണം മുതലായവ നാനാവിഷയങ്ങളിൽ മനസ്സ് മമതാബദ്ധമായി ഉടലുന്നിടത്തോളം ഏകാഗ്രത സമ്പാദിക്കാൻ കഴിയുകയില്ല. ഒരിക്കൽ കൂടി വായിക്കാം. ബന്ധുക്കൾ, പണം മുതലായ നാനാവിഷയങ്ങളിൽ മനസ്സ് മമതാബദ്ധമായി ഉഴലുന്നിടത്തോളം ഏകാഗ്രത സമ്പാദിക്കാൻ കഴിയുകയില്ല. ഇതിന് ഒരു ഉപായമേ ഉള്ളൂ. അവയൊന്നും
എൻ്റേതല്ല, എല്ലാം ഭഗവാന്റേതാണെന്ന് കാണുകയാണ് ആ ഉപായം. അവയ്ക്കു വേണ്ടി ചെയ്യുന്ന സേവനങ്ങളും ഭഗവത് ആരാധനയാണെന്ന് കാണണം. എല്ലാം ഭഗവാന്റേതാണെന്ന് കാണുന്നതാണ് ത്യാഗം. ഈ ത്യാഗം അഭ്യസിച്ചാൽ ചിത്തം നിസ്സംഗമാവും. തുടർന്ന് ഏകാഗ്രതയും ആത്മസാക്ഷാത്കാരവും നേടാൻ കഴിയും. ഭഗവാൻ ഗീതയിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയത്തെ. ഗീത 2:44. ഭോഗൈശ്വര്യങ്ങളിൽ സംഘബദ്ധനായി ഉഴലുന്നവന് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏകാഗ്രതാബുദ്ധി ധ്യാനവേളയിൽ ഒരിക്കലും കൈവരികയില്ല. ധ്യാനത്തിൽ ബുദ്ധി ഏകാഗ്രപ്പെടാത്തിടത്തോളം സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാകുന്നില്ല. സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാകാത്തിടത്തോളം ജഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന സത്യം തെളിയുകയില്ല. കുരുടൻ്റെ മുമ്പിൽ കണ്ണാടി കാണിച്ചാൽ അതിൽ പ്രതിബിംബമുണ്ടെങ്കിൽ പോലും അവനെ കാണാൻ കഴിയുന്നില്ല. സംഘബദ്ധമായ ഹൃദയവും അതുപോലെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കാണുന്ന കാര്യത്തിൽ കുരുടനാണ്. തനിക്ക് ഈ അന്ധത്വം ഉണ്ടാക്കി തീർക്കരുതേ എന്നാണ് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. മമതാബദ്ധനായി ഉഴലുന്ന മനുഷ്യന് അമൃതത്വം വരിക്കാനോ കഴിയുന്നില്ല. മാത്രമല്ല, സ്വന്തമായി കരുതുന്ന സകലതിൽ നിന്നും അവനെ വേർപെടുത്തുന്ന കരാളമായ മരണം തവളയെ വിഴുങ്ങാൻ സർപ്പമെന്ന പോലെ സദാ അവനെ പിന്തുടരുകയും ചെയ്യുന്നു. ഈ ദയനീയ സ്ഥിതിയാണ് ഭാവനാമയമായി ആചാര്യൻ അടുത്ത പദ്യത്തിൽ ചിത്രീകരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണ